നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ അവലോകന റിപ്പോർട്ട് മെയ് 14-ന് ചൊവ്വാഴ്ച നടക്കുന്ന മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗിൽ പാർട്ട് സ്റ്റഡി വർക്ക് വിസകൾ നിർത്തലാക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പാർട്ട് സ്റ്റഡി വർക്ക് വിസ റദ്ദാക്കിയാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് UK-യിൽ പഠിക്കാനെത്തിയവർക്ക് വൻ തിരിച്ചടിയാവും. നിലവിലെ കണക്കുകൾ അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾ 32% പേർ മാത്രമാണ് വിസ ലഭിക്കുന്നതിനുള്ള പരിധിക്ക് മുകളിൽ കഴിഞ്ഞ വർഷം ശമ്പളം നേടിയത്. 2023-ൽ 1.20 ലക്ഷം വിദ്യാർത്ഥികളാണ് സ്റ്റുഡൻസ് വിസയിൽ UK-യിൽ എത്തിയത്. വിദ്യാർത്ഥികളുടെയും കെയർ വർക്കർമാരുടെയും ആശ്രിത വിസ നിർത്തലാക്കിയതിന് പിന്നാലെയാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തേക്ക് സെക്ടറുകളിൽ ജോലി ചെയ്യാൻ പ്രാപ്തമാക്കുന്ന വിസ നിർത്തലാക്കുമെന്ന സൂചന. പുതിയ 5000 വീടുകളുടെ വികസനത്തിനുള്ള പദ്ധതികൾ ജൂലൈയിൽ വാൽത്താം ഫോറസ്റ്റ് കൗൺസിൽ അംഗീകരിക്കും. ബറോക്കയിലേക്കുള്ള ദീർഘകാല ഭവന പദ്ധതിയുടെ ഭാഗമായി 5 മുതൽ 17 നിലകൾ വരെ ഉയരമുള്ള റെസിഡൻഷ്യൽ ബ്ലോക്കുകൾ നിർമ്മിക്കുന്ന 8 സ്ഥലങ്ങൾ റിപ്പോർട്ട് കണ്ടെത്തി. ജൂലൈയിൽ ലൈറ്റൻ മിൽസ് അനുബന്ധ ആസൂത്രണ രേഖ കൗൺസിൽ സ്വീകരിക്കണമെന്ന് പ്ലാനിംഗ് ഓഫീസർമാർ ഇപ്പോൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. കൂടാതെ പഴം പച്ചക്കറി മാർക്കറ്റ് മാറ്റിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം 2400 വീടുകൾ നിർമ്മിക്കാൻ കൗൺസിൽ ആലോചിക്കും. റിപ്പോർട്ട് 2 മാസത്തിനുള്ളിൽ ജൂലൈ 9-ന് വാൽത്താം ഫോറസ്റ്റ് കൗൺസിൽ മന്ത്രിസഭയുടെ മുൻപിൽ എത്തിക്കും. UK-യിൽ സൈക്കിൾ പാതകളിൽ ഫ്ലോട്ടിംഗ് ബസ് സ്റ്റോപ്പുകൾ നിരോധിക്കുന്ന കാര്യം ഗതാഗത സെക്രട്ടറി പരിഗണിക്കുന്നു. ഫ്ലോട്ടിംഗ് ബസ് സ്റ്റോപ്പുകൾ സൈക്കിൾ യാത്രക്കാരെ തടയാതിരിക്കാൻ നടപ്പാതയിൽ നിന്ന് മാറ്റി റോഡിലേക്ക് നിർമ്മിച്ച ബസ് സ്റ്റോപ്പുകളാണ്. ഫ്ലോട്ടിംഗ് ബസ് സ്റ്റോപ്പുകൾ നിരോധിക്കുന്നതിലൂടെ പുതിയ സംരക്ഷിത സൈക്കിൾ പാതകൾ നിർമ്മിക്കുന്നത് തടയാൻ കഴിയുമെന്നും ഇത് ജീവൻ അപകടത്തിലാക്കുമെന്നും സൈക്ലിസ്റ്റ് ഗ്രൂപ്പുകൾ വാർത്തയോട് പ്രതികൂലമായി പ്രതികരിച്ചു. ഫ്ലോട്ടിംഗ് ബസ് സ്റ്റോപ്പിൽ ഒരു സൈക്കിൾ കാൽനട യാത്രക്കാരനെ ഇടിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും അവർ വാദിക്കുന്നു. ഫ്ലോട്ടിംഗ് ബസ് സ്റ്റോപ്പുകൾ നിരോധിക്കണോ വേണ്ടയോ എന്ന തീരുമാനം വിവാദമായേക്കും. ശക്തമായ സോളാർ സ്റ്റോം ഇക്കഴിഞ്ഞ വാരാന്ത്യത്തിൽ UK-യിൽ ഉടനീളം നോർത്തേൺ ലൈറ്റുകൾ കാണാനുള്ള അവസരം സൃഷ്ടിച്ചു. 2 ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ശക്തമായ G4 മാഗ്നറ്റിക് കൊടുങ്കാറ്റാണ് ഇതിന് കാരണം. തെളിഞ്ഞ ആകാശമാണ് അറോറ ബോറിയാലിസ് കാണാനുള്ള ഏറ്റവും നല്ല അവസരം നൽകുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞു. പ്രത്യേകിച്ച് വടക്കൻ പ്രദേശങ്ങളിലും ലിവർപൂൾ പോലുള്ള തെക്കൻ പ്രദേശങ്ങളിൽ നിന്നുപോലും ദൃശ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൂര്യൻ ഭൂമിയിലേക്ക് എത്തുന്നതും തെളിഞ്ഞ ആകാശവും ചേർന്നുള്ള പ്രവർത്തനങ്ങളുടെ സംയോജനം ഡിസ്പ്ലേ കാണാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് മെറ്റ് ഓഫീസ് വക്താവ് സ്റ്റീഫൻ ഡിക്സൺ പറഞ്ഞു. രാജ്യത്തെ ബേസിക് പലിശ നിരക്ക് 5.25% തന്നെ നിലനിർത്താൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ തീരുമാനം. വ്യാഴാഴ്ച നടന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ റിവ്യൂ മീറ്റിംഗിലാണ് നിർണായകമായ തീരുമാനമുണ്ടായത്. പലിശ കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് നിരാശ നൽകുന്ന തീരുമാനമായി ഇത്. 9 അംഗ കമ്മിറ്റിയിൽ 7 പേരും നിലവിൽ പലിശ നിരക്ക് അതേപടി നിലനിർത്തുന്നതാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് നല്ലതെന്ന് നിലപാടെടുത്തു. കമ്മിറ്റിയുടെ തീരുമാനം ഈ മാസവും അടുത്ത മാസവും ഫിക്സഡ് മോർഗേജുകൾ തീരുന്നവർക്ക് തിരിച്ചടിയാകും. 3% താഴെ 2 വർഷത്തേക്കും 5 വർഷത്തേക്കുമൊക്കെ ഫിക്സഡ് മോർഗേജ് എടുത്ത 15 ലക്ഷത്തോളം വീടുകളുടെ റീമോർഗേജാണ് 2024-ൽ വരുന്നത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ കണക്കനുസരിച്ച് 2026 ആകുമ്പോഴേക്കും 50 ലക്ഷം പേരാണ് ബ്രിട്ടനിൽ വീടുകൾ റീമോർഗേജ് നടത്താനുള്ളത്. ജസ്റ്റോപ്പ് ഓയിൽ പ്രതിഷേധക്കാർ ബ്രിട്ടീഷ് ലൈബ്രറിയിലെ മാഗ്ന കാർട്ടയ്ക്ക് ചുറ്റുമുള്ള ഗ്ലാസ് അടിച്ചു തകർക്കാൻ ശ്രമിച്ചു. 1215 ജൂണിൽ രാജാവും അദ്ദേഹത്തിന്റെ സർക്കാരും നിയമത്തിന് അതീതരല്ലെന്ന തത്വം എഴുതുന്ന ആദ്യത്തെ രേഖയായിരുന്നു ഇത്. ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ മാഗ്ന കാർട്ടയുടെ 4 പകർപ്പുകളിൽ 2 എണ്ണമുണ്ട്. മറ്റുള്ളവ ലിങ്കൻ, സാലിസ്ബറി എന്നീ കത്തീഡ്രലുകളിൽ സൂക്ഷിച്ചിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൽ സർക്കാർ നിഷ്ക്രിയത്വം കാണിക്കുന്നതിനെതിരെയാണ് ജസ്റ്റോപ്പ് ഓയിൽ സംഘം പ്രതിഷേധിക്കുന്നത്. പ്രശ്നം പരിഹരിക്കാൻ കൂടുതൽ നടപടിയെടുക്കാതെ സർക്കാർ നിയമം ലംഘിക്കുകയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ക്രിമിനൽ കേടുപാടുകൾ ആരോപിച്ച് 2 പേരെ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ഇരുവരും ഇപ്പോൾ കസ്റ്റഡിയിലാണ്. മാഗ്ന കാർട്ടയുടെ പ്രൊട്ടക്റ്റീവ് കേസിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.